എന്താ പരിപാടി? ഞാൻ വേറൊരു പരിപാടി ഉണ്ട്, അങ്ങനെ നോക്കിക്കോ. എന്ത് പരിപാടി? വായോ കേറ്. ഞാൻ ഇല്ല നിങ്ങളെ കൂടെ എവിടെക്കാലും പോയി. വണ്ടി കയറോ? ഇല്ലാന്നേ, ഞാൻ വേറൊരു ആവശ്യത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഒരാളോട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു പണിയുടെ കാര്യം സംസാരിക്കാനേ. എന്തേ പണി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാ? അല്ലല്ല, എന്തിനു തിരിച്ചു പറയാ? ഈ ചിരിച്ചു വന്നില്ലെന്ന് പറ. എന്തിനാ ചിരിച്ചെന്ന് പറയുന്നത്? അല്ല, ഓ പണിയാ ചേച്ചിറങ്ങുമ്പോ ഞാൻ വീട്ടിലുണ്ടായിരുന്നേ. അപ്പൊ അതാലോചിച്ച് ചിരിച്ചു വണ്ടി കയറി. അല്ലടോ, ശരിക്കും ആ ശർക്കര ഗോപിയുടെ അടുത്തേക്ക് ചെല്ലാന്ന് പറയണം. അപ്പൊ ഓത്തിലെ വരും. അപ്പൊ എന്തെങ്കിലും അഡ്വാൻസ് വാങ്ങാൻ വിചാരിച്ചിരിക്കാണ്. പിന്നെ എനിക്കിപ്പോ ഞായറാഴ്ച ഓൻ പണി ഉണ്ടാക്കി വെച്ചേക്കാ കേറേ. ഗോപിയുടെ നാളെ എടുക്കാം, ഇവിടെ കേറ്, ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വായോ. ഇല്ല, നിങ്ങൾ പോയിക്കോളി. എടജ ആഗ്രഹിക്കണ പണി ഓൻ നടത്തി തരൂ. ഇന്റെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു കച്ചവടത്തിന്റെ കാര്യം കൂടി സംസാരിച്ചിട്ടുണ്ട്. ആണ് ഓണ പറയാണ്ടിരിക്കടോ. എന്ത് കച്ചവടം? കേറോ കേറോ, വണ്ടി കേറോ. 200 റുപ്യ അടിയാ. 200 റുപ്യ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കേറ്. അന്റെ 200-നേക്കാളും വില പിടിപ്പിച്ച മുതല ഓന്റെ റോജ് കേറോ. ഞങ്ങായി വെറുതെ കളിക്കാണ്ട് വണ്ടി കേറലേ? ശരി തന്നെയാണ്. എന്ത് ശരി തന്നെയാണ്? കച്ചവടത്തിന്റെ കാര്യം. വണ്ടി കയറ്, വണ്ടി കയറ്. അങ്ങനൊക്കെ പോയ പുരുവാനാവോ? നോക്കി പിടിക്കട്ടോ. നോക്കിയിരിക്കെ. ചെങ്ങായി ഇജ്ജൊരു കച്ചവടം സംസാരിക്കാണ്ട് മാത്രല്ല എന്നെ വിളിച്ചോണ്ടെന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞിട്ട് അല്ല, ഇത് മുഴുവൻ ഇന്ന് തന്നെ കഴിക്കണം എന്ന് നിർബന്ധമുണ്ടോ? അതങ്ങനെ പിന്നെ വരിക. ഇന്നത്തെ ദിവസം നമ്മ ഇതിനു വേണ്ടിട്ട് മാറ്റി വെച്ചാണ്, മനസ്സിലായില്ലേ? അതിന്റെ ഇടയിൽ കയറി. അതെ, നിങ്ങള് ഇപ്പൊ തുടങ്ങിയ മാതിരി ഒന്നല്ല ഇപ്പൊ നിങ്ങളുടെ സംസാരം കേട്ടോ. സംസാരമൊക്കെ മാറി തുടങ്ങി. സംസാരത്തിന് ഒരു കുഴപ്പം വന്നിട്ടില്ല. എന്താ നിങ്ങൾക്കറിയില്ല, ഞാൻ കഴിക്കാത്തൊക്കെ അറിയുള്ളൂ. എന്താ സംസാരത്തിന് ഒരു മാറ്റം നടക്കുന്നുണ്ട്? ഒരു മാറ്റമില്ല ഇപ്പൊ എന്റെ സംസാരം. നിന്നോട് 200 റുപ്യ വെച്ചിട്ട് തന്നില്ലല്ലോ. ചെങ്ങായി പിന്നെ ഇതിന്റെ കണക്ക് ആവശ്യത്തില്ലേ? അപ്പൊ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കും. നടക്കും. ഭാര്യക്ക് നല്ല ബീഫ് കറി അവിടെ കൂട്ടാൻ വെച്ചിട്ട് അതിന്റെ റസിയാട് കൂടെ ഇരുന്ന് ചോദിക്കേണ്ട ആളെ ഞാൻ. ഉച്ചമ്മളൊക്കെ റസീഡ് എടുത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അവന് വഴക്ക്. എന്റെ പരീക്ക ഉച്ചക്ക് ഇപ്പൊ അങ്ങോട്ട് വീട്ടിലോട്ട് ചെന്നില്ല എന്ന് പറഞ്ഞ റസിയ ബീഫ് കറി എടുത്ത് തോട്ടിക്കളയൊന്നുമില്ല. തോട്ടിക്കളയാനല്ല, പേടിയെന്ന്. ഭാര്യമാരെ വരച്ച വരയില് നിർത്തണം. വര അങ്ങോട്ട് വരച്ച അങ്ങാടും ഇങ്ങാടും ഇല്ലാതെ നിർത്തണം. ആണ് ഇതാണ് ആണുങ്ങള്, മനസ്സിലായോ? അല്ലാതെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ തുള്ളി കളിച്ച് അതിന്റെ പിന്നാലെ നടക്കണവന്മാരെന്ന് ആണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിലേ. അല്ല, നിന്റെ ഉദ്ദേശിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. അതിനൊന്നും എന്നെ കിട്ടൂല. ഞാനുണ്ടല്ലോ എന്റെ മല്ലികയുടെ അടുത്ത്, മല്ലികേ അത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ മല്ലിക ചെയ്യില്ല. ഞാനല്ലോ കടയാടി അടിച്ചാൽ വെച്ചിരിക്കുക. എഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ വടക്കിനുള്ളിൽ എടുക്കുന്ന ആൾക്കറിയാം. ഇത് റസിയുടെ പേടിച്ച് ആയുസ് പോകും. എന്റെ പരീക്ക് ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിക്കണം. ഇപ്പൊ തന്നെ വസുട്ടി എന്റെ ജസി ഭാര്യ കൊണ്ട് ഞാൻ പറയണല്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നൊരു ചെറുതൊക്കെ അടിക്കണെങ്കിൽ ഒരു ശല്യോളം ഉണ്ടാക്കൂല. ഇത്തിരി ബീഫ് ഒലത്ത് ചെയ്താ, ഇത്തിരി പുളിഞ്ചാറ ടച്ചപ്പായിട്ട് കൊണ്ടുവന്ന് വെക്കും. അതാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ കുടുംബത്ത് നമ്മിരുന്ന് കഴിക്കണ നമ്മുടെ ആരും നെഞ്ചത്തോട്ടൊന്നും കയറാനല്ലോ. ഇത്ര വലിയ ധൈര്യശാല ചെന്തിനെ ഓളം അങ്ങോട്ട് ഇറങ്ങിയ സമയം നോക്കിട്ട് ഓനും കുട്ടി ഇവിടെ വന്നോട്ടെ. അവളിങ്ങാട് വന്ന് കേറി എന്തെങ്കിലും പറഞ്ഞോളൂ, ഞാനൊരു നോട്ടം അങ്ങോട്ട് നോക്കിയാ പെട്ടെന്നുള്ളോള് കണ്ണു കുത്തി പൊട്ടിക്കോ. പിന്നെ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഒരു കുടുംബത്തിന് അന്തസ്സുള്ള കുടുംബത്തിന് പറ്റിയ കാര്യം. തിരുപ്പതിയേ പൊയ്യേ തീയോ തിരമാലാഗിരി കൊണ്ടേ നീയത്ത ദൂരമഗദ്ദന്ന. ഇത് കേട്ടിട്ടില്ലല്ലോ. തിരമാലാഗിരി കൊണ്ടേ നീയത്ത ദൂരമഗദ്ദന്ന. ആരെ വിളിക്കണ്ടല്ലോ വാച്ചളിയോ? എന്റെ പൊന്നാൻ ഇന്നെ കാണരുത്. ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞു അങ്ങട് മാറ്. എന്താണ് വാസുളിയൻ ഇങ്ങ് വരില്ല? വാസുകളിയല്ലേ? ഇല്ല, ഇങ്ങ് വരില്ല. ഇങ്ങ വരില്ല.
அல்ல அப்ப நான் வர்ற வழியில ஒரு அண்ணன் கிட்ட சொல்லிச்சு ஜோஸ் விட்டுற பைக்ல வாசோலியும் வர்றதா பார்த்து. அது ഇന്നലെ இல்ல இன்னைக்கு நான் வரும்போதான் சொல்லிச்சு. പൊളി ഇല്ല ഇവിടെ ഇല്ല, വാസു അണ്ണൻ ഇല്ല. அப்ப இங்க யாரும் இல்லையா? ഇങ്ങ ആരും ഇല്ല. அப்ப வாசோலியும் இங்க வரல. വാസുവളിയൻ ഇങ്ങ ഇല്ല, അങ്ങേ ഇല്ല, ഓടിപ്പോയിട്ട്. അടങ്ങി കുറ്റിയില്. ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മണത്ത് വന്നിരിക്കുന്നു. മണം പിടിച്ച് വന്നിരിക്കുകയാണ്. മണം പിടിച്ചിട്ടേ അങ്ങനെ ഉണ്ട് വേണ്ടാത്ത ഓരോ പണിക്ക് ഞാൻ വന്നിരിക്കുക. പടച്ച റബ്ബേ, കണ്ടോ നമ്മളൊക്കെ കണ്ടോ? ഞാൻ പറഞ്ഞു ഒതുക്കിയത് ഓടി ആട്ടി വിട്ടിട്ടെ. എന്റെ നാട്ടിൽ ശരിയല്ല, അതാണ് അവിടെയൊക്കെ പോയി പറയും. ഒരു കുഴപ്പമില്ല, ഒന്നും ചെയ്യില്ല. എന്താ റബ്ബേ, ഇതൊരു കഷ്ടമാണ്. തുണ്ട് കണക്കെ ഇവിടുന്ന് കിട്ടാൻ നോക്കുക. അപ്പൊ അവിടെ ഇങ്ങനെ പെറുക്കി ഇങ്ങനെ ചാഞ്ഞ് വരും. അല്ല കൊണ്ടിട്ടില്ല, നമ്മളെ പോലെ പോയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, പോയിട്ടില്ല. ഞാൻ തുറക്കാം, ഞാൻ തുറക്കാം. എന്താ എന്റെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കണം. ഞാൻ 4 ദിവസം ഇവനെ ഒന്നിനും കൊടുക്കണം എന്ന് വിചാരിച്ചു. ഇല്ലടാ, കള്ളു കുടിച്ചിട്ട് ഒന്നും കൊടുത്താലും ഒരു കുഴപ്പമില്ലല്ലോ. അതല്ലാതെ പിന്നെ അവിടെ പോയി പറയോ പോയില്ല എന്തോ സംശയം അടിച്ചിട്ടുണ്ടാവും. എന്താ വേണ്ട? അളിയൻ എന്താ വേണ്ടത്? തുറക്കത്തോളം എന്താ വന്ന് പോയില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അത് ഇവിടെ എന്താണിത്? ഒരു വാസുട്ടി പോയപ്പോ ഞാനിപ്പോ വന്നാണ്. എന്താണ് വാസുട്ടി വന്നപ്പോ വെറുതെ എപ്പ തുടങ്ങിയതാണിത്? ഇപ്പൊ തന്നെ പിങ്ങാട് വന്നുള്ളൂ. സത്യം പറഞ്ഞു, ഞാൻ രാവിലെ ഇവിടുന്ന് പോയപ്പോ തുടങ്ങിയതല്ലേ ഇത്? അല്ലല്ല, ബാസുവായിട്ട് മിണ്ടരുത്. ഇത് ഇങ്ങോട്ട് നോക്ക്, ഞാനല്ലേ സംസാരിക്കുന്നേ. ഇച്ചേട്ടത് എന്ത് ഭാവിച്ചാണ്? എന്ത് ഷൂ? ഞാനിത് കുറെ നാളോട് സഹിക്കണേ. മറ്റേ ജോലിക്ക് പോകൂല, വീട്ടുകാരെ നോക്കൂല. ഞാനില്ലാത്ത സമയം നോക്കിട്ട് ഇവിടെ കൂട്ടുകാരെ വിളിച്ചെടുത്തിട്ട് കുടിച്ച് കൂത്താട്ടാണ്. എന്തോ ഇവരാരാന്ന് എനിക്ക് അറിയാലോ. അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നേ. എന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് നീ ഇൻസൾട്ട് ചെയ്ത് ഞാൻ പറയുന്നത് മിണ്ടല്ലേ. എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാകാം. ഞങ്ങൾ 2 കഴിച്ച് നമ്മുടെ കുടുംബത്തിന് അതിനിപ്പോ എന്താണ്? അതിനിപ്പോ എന്താണോ വീട്ടിൽ കയറ്റിയിട്ടാണോ ഇമ്മാതിരി ആപത്തം കാണിക്കുന്നേ? ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ എത്തിയിരിക്കുക ഇച്ചായ. അത് കുഴപ്പമില്ല. ഞങ്ങളൊന്നും പറയില്ലേ, നമ്മളിവിടെ ഒന്നും പറയണത് മാന്യതല്ല. തലക്ക് വെളിവിലെന്ന് വെക്കാം. നിങ്ങൾ എന്ത് ഭാവിച്ചാണ്? ഞാൻ എപ്പോഴും പറഞ്ഞാണ് ഞാൻ ഇന്നൊരു കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചോണ്ടെന്നാണ് മോളെ. ഞാൻ വീട്ടിൽ വന്നിട്ട് കുടിച്ച് കൂത്താടി അവളെ 10 രൂപയോട് അധ്വാനിച്ച് കൊണ്ടുതന്നെ എന്റെ അഹങ്കാരമാണ് അവൾക്ക്. എന്താണ് പോയി അധ്വാനിച്ച് കൊണ്ടുവരാത്തെ? ഞാൻ പോകണ്ട്, ഞാൻ പോയിക്കോളാം. വഴക്കല്ലാണ്. നീ നാളെ തൊട്ട് ഇവിടുന്ന് പുറത്തു പോകണം, എനിക്കൊന്ന് കാണണം. പുറത്തു പോകാൻ ആര് വീട്ടുകാർ നോക്കി? അങ്ങനെ പറയല്ലേ. നമ്മള് നമ്മുടെ വീട്ടിലിരുന്ന് എന്റെ സുഹൃത്തുക്കളെ കൂടി കുടിക്കാൻ എനിക്ക് ഈ വീട്ടിൽ അവകാശമില്ലേ? അവകാശം ഇങ്ങനെയാണോ പെരുമാറുന്ന ഇച്ചായ? അല്ലാതെ എന്ത് തല്ലിയേ നമ്മളിവിടെ മിണ്ടാൻ പാടില്ല. അവര് ഭാര്യയും ഭർത്താവും, അവരങ്ങനെയൊക്കെ ഉണ്ടാവും. അവരുണ്ടാവും. ഇങ്ങനെയുള്ള കൂട്ടുകാരാണ് നിങ്ങൾ വിളിച്ചെടുത്ത് കൂടിച്ച് ഞാൻ പറഞ്ഞോളി. കുട്ടീനെ സാനൂർ